ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് കൊണ്ടുവരേണ്ടത്. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോയുടെ മുന്നേ തന്നെ പറയുകയാണ്, ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പം ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരികയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ മണി സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് കുക്കർ. ഒരു മിനിമം ഒരു 3 ലിറ്റർ ടു 5 ലിറ്റർ കുക്കർ നമ്മൾ കരുതിയിരിക്കണം, അക്കോർഡിംഗ് ടു അവർ യൂസ് വെച്ചിട്ട്. ഇവിടെ എപ്പോഴും നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു കുക്കർ വാങ്ങുമ്പോൾ 1000 രൂപയാണെങ്കിൽ ഇവിടെ അത് വന്നിട്ട് വാങ്ങുമ്പോൾ ഒബ്വിയസ്ലി അത് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുക്കർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് കുക്കർ, പാന്, നമുക്ക് ബേസിക് ആയിട്ട് കുക്കിങ്ങിന് വേണ്ടുന്ന യൂട്ടൻസിൽസ് അത് നമ്മൾ കരുതിയിരിക്കണം. സെക്കൻഡ് വൺ ആണ് ജാക്കറ്റ്സ്, സ്വെറ്റേഴ്സ്. അതൊക്കെ അതൊരു മിനിമം ജാക്കറ്റ്സ് ആണെങ്കിൽ ഒരു മിനിമം 2 to 3 നമ്മൾ കരുതിയിരിക്കണം. പക്ഷേ നമുക്ക് എത്രമാത്രം വെയിറ്റ് കൊണ്ടുവരാമോ അതിനനുസരിച്ചേ നമുക്ക് എടുക്കാൻ പറ്റും. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജാക്കറ്റ്സ് എപ്പോഴും നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു നല്ല ക്വാളിറ്റിയുടെ തന്നെ വാങ്ങുക. ഇവിടെ നല്ല തണുപ്പുണ്ട്, പ്രത്യേകിച്ച് ഈ മെയ് ടു സെപ്റ്റംബർ ആ ഒരു മന്തിൽ നല്ല തണുപ്പുള്ള സമയമാണ്. ഒരു മിനിമം 2 ഡിഗ്രിയിലൊക്കെ പോവാറുണ്ട്, 2 ഡിഗ്രി 3 ഡിഗ്രിയിലൊക്കെ പോകാറുണ്ട്. അപ്പം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ജാക്കറ്റ്സ്, സ്വെറ്റേഴ്സൊക്കെ കരുതിയിരിക്കുന്നത് ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ ഈ തണുപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാൻ പറ്റുന്ന അടുത്ത കാര്യമാണ് ജീൻസ് എന്തായാലും വേണം. അതെന്തായാലും എല്ലാവരും എടുക്കും. അപ്പം അതൊരു 4 to 5 എടുക്കാൻ പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് വെച്ച് ചിലർക്ക് അലർജി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നെടുക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ളൊരു പനി വരികയാണെങ്കിലോ തലവേദന വരികയാണെങ്കിലോ അതിൻ്റെ മെഡിസിൻ ഡോക്ടറിൻ്റെ തന്നെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർ അലോ ചെയ്തില്ല കൊണ്ടുവരാൻ. അപ്പം അതാണ് നെക്സ്റ്റ് തിങ്. പിന്നുള്ളതാണ് ഷൂസ്. അതൊരു 3 to 4 ക്യാരി ചെയ്യാം. ബിക്കോസ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ പോലും നമ്മൾ ഷൂസ് യൂസ് ചെയ്യും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. Tata, bye bye.